എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അൺബോക്സിങ് ആയിരുന്നു ഇന്ന് നമുക്ക് ചെയ്യാനുണ്ടായത്. പക്ഷേ ഉണ്ടല്ലോ വൈകുന്നേരം രാത്രിയാണ് കേട്ടോ കിട്ടിയത്. 7 മണി ആയപ്പോൾ പോയി എടുത്തേട്ടോ ഇന്നലെ രാത്രിയിൽ. അപ്പോൾ അതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് എനിക്ക് അപ്പം തന്നെ ഭയങ്കര തുറന്ന് നോക്കാഞ്ഞിട്ട് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം നേരം വെളുത്ത് നമുക്ക് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഇത് ചെടിയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര പരവശമായിപ്പോയി. അപ്പം ഞാൻ വേഗം അത് കെട്ടഴിച്ച് നോക്കിയിട്ടോ. അപ്പോൾ കെട്ടഴിച്ച് നോക്കിയപ്പോൾ ദേ ചെടി കുഴപ്പമൊന്നുമില്ല. ഒരു ചെടി മാത്രം അതിൻ്റെ ഇലയൊക്കെ ഒന്ന് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല. ജിഫി ബാഗിലായതുകൊണ്ട് നമ്മൾക്കുണ്ടല്ലോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇത് ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സ്റ്റിക്ക് പ്ലാന്റാണ്. ലിപ്സ്റ്റിക്ക് പിങ്കും ലിപ്സ്റ്റിക്ക് വൈറ്റും ലിപ്സ്റ്റിക്ക് റെഡും ആണ് കേട്ടോ. അപ്പോൾ 3 പ്ലാന്റും ഇതൊക്കെ നല്ല ഇത് ഏതാണ് റെഡ് ഏതാണ് പിങ്ക് എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. 3 എണ്ണം ഉണ്ട്. ജിഫി ബാഗിലായതുകൊണ്ട് ഇതിൻ്റെ കടയ്ക്ക് തണുപ്പൊക്കെ ഉണ്ട്, ഉണങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് ചെടികളൊക്കെ. ഒരെണ്ണം നല്ല ഹെൽത്തി പ്ലാന്റാണ്. രണ്ടാമത്തെ ചെറുതാണെങ്കിലും നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് കേട്ടോ, കുഴപ്പമില്ല. കണ്ടോ? പിന്നെ നമ്മൾ പോട്ടി മിക്സിൽ നടുമ്പോൾ ശരിയായിക്കോളും. പിന്നെ 3ാമത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ. 3ാമത്തെ പ്ലാന്റ് ഇതാണ്. അതിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞ് പോയേക്കുന്നതാണ് കേട്ടോ. കവറിൽ കൊഴിഞ്ഞ് കിടക്കണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്. ലിപ്സ്റ്റിക് പ്ലാന്റ് ഞാൻ ഒരു 5 വർഷം മുമ്പ് ആഗ്രഹിച്ച ഒരു സംഭവമാണ് കേട്ടോ. ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ ഞാനും എൻ്റെ മകളും കൂടി പോയപ്പോൾ അവിടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ഉണ്ടായിരുന്നു, റെഡായിരുന്നു കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു ഈ സംഭവം. ഞാൻ ചോദിച്ചു അവരോട് തരാമോന്ന്, പൈസയ്ക്കാലും ഞാൻ ചോദിച്ചു പൈസ തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നന്നായിട്ട് തിക്കായിട്ട് ഉണ്ടായിട്ടോ. അത് ഹാങ്ങിങ്ങിൽ കിടന്നായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കണം. അപ്പോൾ എനിക്കൊരു കഷ്ണം തരാമോ ഞാൻ ചോദിച്ചായിരുന്നു. പൈസ ആണെങ്കിൽ പൈസ തരാമെന്ന് പറഞ്ഞു. പക്ഷെ അവർ തന്നില്ല കേട്ടോ. ഞാൻ അന്ന് തുടങ്ങി ആഗ്രഹിക്കുന്നതാണ് ഈ ലിപ്സ്റ്റിക് പ്ലാന്റ് ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അപ്പം ഞാൻ അന്ന് തുടങ്ങി ഇങ്ങനെ നഴ്സറികളിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടില്ല കേട്ടോ. നഴ്സറികളൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ഹോം ഗാർഡനിൽ മാത്രം ഉണ്ടാവുന്ന ഒരു ചെടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നഴ്സറികളിൽ അധികം വെച്ച് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പലപ്പോഴും നഴ്സറികളിൽ പോകുമ്പോൾ ഞാൻ നോക്കാറുണ്ട്, കിട്ടാറില്ല. അപ്പോൾ ഈ 3 പ്ലാന്റിനും കൂടിയിട്ട് നിങ്ങൾക്ക് വില അറിയണ്ടേ? 3 പ്ലാന്റിനും കൂടിയിട്ട് 250 രൂപയാട്ടോ. കൊറിയർ ചാർജ് അടക്കം 250 രൂപയാണ് എൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കിയേക്കണേ. കൊറിയർ ചാർജ് വേറെ ഇല്ല, ഇൻക്ലൂഡാണ് കേട്ടോ അതിനകത്ത്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിയത് ബ്ലൂമിങ് ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു ഗാർഡനിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചെടി ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്പർ ഞാൻ തരാം കേട്ടോ. നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ വിളിച്ച് ചോദിച്ച് അവരോട് ചെടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. ആവശ്യമുള്ളവർ മാത്രം മതി. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചോദിച്ച് ശല്യപ്പെടുത്താം, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ച് പറഞ്ഞ് ശല്യപ്പെടുത്തണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക് പ്ലാന്റ്. അപ്പം ഞാനത് പോട്ടി മിക്സൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ നടാണ് കേട്ടോ. നട്ടിത് എപ്പോഴും അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാങ് ചെയ്തിടണമെന്നാണ് പറഞ്ഞത് കേട്ടോ. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹാങ്ങിങ് പോട്ട് എടുത്തേക്കാണ്. ഹാങ്ങിങ് പോട്ട് ഇപ്പോൾ തൽക്കാലം എൻ്റെ അടുത്ത് പഴയത് ഒരെണ്ണമുള്ളൂ കേട്ടോ. പഴയത് 2 ഉള്ളപ്പോൾ അതിനകത്ത് ഞാൻ ഹാങ് ചെയ്ത് ഇടാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതിൻ്റെ പോട്ടി മിക്സിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണില്ല. എല്ലാവർക്കും അത് ഇറിറ്റേഷൻ ആവുന്നുണ്ടോയെന്ന് തോന്നുന്നു. കാരണം നമ്മൾ പലപ്പോഴും പോട്ടി മിക്സിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ അധികം ചകിരിപ്പൊടി എടുക്കാണ്ടിരിക്കാൻ നല്ലത് ട്രീറ്റ് ചെയ്ത ചകിരിപ്പൊടി ആയിരിക്കണം എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ പോട്ടി മിക്സിലിട്ട് നമ്മൾ നടാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മൾ മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട്, വളങ്ങളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ പതുക്കെ ഇത് ജിഫി ബാഗാണ്. അവർ പറയും ഇത് കീറാണ്ടൊക്കെ വെച്ചോളാനൊക്കെ പറയും കേട്ടോ. എന്നാലും ഞാനതൊന്ന് പൊട്ടിച്ചിട്ടാണ് വെക്കണേ കേട്ടോ. ഇത് ജിഫി ബാഗ് ആയതുകൊണ്ട് കുഴപ്പമുണ്ടാവാറില്ല. മറ്റേ പ്ലാസ്റ്റിക് പോട്ട് പോലെയല്ല. എങ്കിൽ തന്നെയും എനിക്ക് പേടി പറ്റിയിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിതിങ്ങനെ ചെയ്യണത്. ഇതൊന്ന് പൊട്ടിച്ച് കീറി വെക്കുകയാണ്. അപ്പോൾ വേര് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ സൈഡും ഒന്ന് വെറുതെ പൊട്ടിച്ചേക്കാം. വേരൊന്നും ഇളകാത്ത രീതിയിൽ വേണം പൊട്ടിക്കാനായിട്ട്. അപ്പോൾ 2 സൈഡിൻ്റെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെ പൊട്ടിച്ചിട്ട് വേണം വെക്കാനായിട്ട് കേട്ടോ. നഴ്സറിക്കാരൊക്കെ പറയും പൊട്ടിക്കണ്ട ഇരുന്നോളെന്നൊക്കെ പറയും. എന്നാലും ജിഫി ബാഗ് ആയതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. എന്നിരുന്നാലും ഞാനങ്ങനെ ചെയ്യാണ്.
നമുക്ക് ഒരു പേടി പറ്റിയിരിക്കുന്നതാണല്ലോ. അപ്പം ഞാൻ ഇത് ഹാങ് ചെയ്തിടാന്നാണ് വിചാരിക്കണേ കേട്ടോ. അപ്പോൾ അതേ ഒരു ചെടി ഞാൻ നട്ടിട്ടുണ്ട്. ഇനി ഭാഗ്യത്തെ 2 റോഡ് നമുക്ക് നടാനുണ്ട് കേട്ടോ. ഇതിലൂടെ നമ്മൾ നടും. അപ്പോൾ അതേ നമ്മൾ രണ്ടാമത്തെ ചെടി നമ്മൾ നടാൻ പോവാണ്. ഇത് ചെറിയ ജിഫി ബാഗാണ് കേട്ടോ. അപ്പോൾ നമ്മളത് പൊട്ടിക്കുകയാണ്. വെറുതെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് കട അനങ്ങാത്ത രീതിയിൽ വേണം നമ്മൾ പൊട്ടിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കീറിയാൽ മതി കേട്ടോ. ഇത്രയും മതി. അത് നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ ഇലയുണ്ടല്ലോ നല്ല കട്ടിയുള്ള സൈസ് ഇലയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു പരീക്ഷണം ചെയ്യാൻ പോവാണ്. ഞാൻ ഈ ഇല അടന്ന് പോയത് ഒരെണ്ണം ഇതിനകത്ത് വെറുതെ കുത്തി വെക്കാം കേട്ടോ. നമുക്ക് അത് പിടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാമല്ലോ. ഞാൻ ഇവിടെ കുത്തി വയ്ക്കണ ഇലകളൊക്കെ പിടിക്കാറുണ്ട് സാധാരണ ചെടികളുടെയൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഇല കണ്ടിട്ട് എനിക്ക് പിടിക്കും എന്നാണ് തോന്നുന്നത്. ഞാൻ ഇപ്പോൾ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിടിക്കേണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ നിങ്ങളെ. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇതുകൂടി നടണം, ഞാൻ നടു കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചെടികൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.